ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലെ വോട്ടർ പട്ടികയിൽ ക്രമക്കേട് നടന്നെന്ന പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ ആരോപണത്തിൽ പ്രതികാര നടപടിയുമായി രംഗത്ത് വന്നിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. കർണാടക മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറാണ് രാഹുൽ ഗാന്ധിക്ക് നോട്ടീസ് അയച്ചിരിക്കുന്നത്. രാഹുൽ ഗാന്ധി പ്രദർശിപ്പിച്ച രേഖകൾ കമ്മീഷന്റേതല്ലെന്ന് നോട്ടീസിൽ പരാമർശിക്കുന്നു. അതേസമയം വോട്ടർ പട്ടിക ക്രമക്കേടിൽ ജനപിന്തുണ തേടി വോട്ട് ചോരി എന്ന പേരിൽ രാഹുൽ ഗാന്ധി പ്രത്യേക വെബ്സൈറ്റും ആരംഭിച്ചു. ഈ വാർത്തകളുടെ എല്ലാം വിശദമായ വിവരങ്ങളുമായി സ്വാതി സന്തോഷുണ്ട്. റിപ്പോർട്ടിലേക്ക്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലും അതോടൊപ്പം കർണാടക മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിലടക്കം വോട്ടർ പട്ടികയിൽ വ്യാപക ക്രമക്കേടുകൾ ഉണ്ടായിട്ടുണ്ട് എന്ന് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ആരോപിക്കുകയുണ്ടായി. ഈ ആരോപണത്തിലാണ് ഇന്ന് രാഹുൽ ഗാന്ധിക്ക് കർണാടക തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നിന്നും ഒരു നോട്ടീസ് അയച്ചിട്ടുള്ളത്. ആ നോട്ടീസിൽ വ്യക്തമാക്കുന്നത് അന്ന് രാഹുൽ ഗാന്ധി ഉയർത്തിപ്പിടിച്ചു കാണിച്ച രേഖകളൊന്നും തന്നെയും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ രേഖകളല്ല. മാത്രമല്ല അതിൽ രാഹുൽ ഗാന്ധി പരാമർശിക്കുന്ന ശകുൻ റാണി എന്ന് പറയുന്ന വ്യക്തി 2 തവണ വോട്ട് ചെയ്തു എന്ന് രാഹുൽ ഗാന്ധി ആരോപിച്ചിരുന്നു. എന്നാൽ അത്തരത്തിൽ 2 തവണ അവർ വോട്ട് ചെയ്തിട്ടില്ല എന്നും പ്രാഥമിക അന്വേഷണത്തിൽ അത് അവർ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. താൻ 2 തവണയല്ല ഒറ്റ തവണ മാത്രമാണ് വോട്ട് ചെയ്തതെന്ന് അവർ വ്യക്തമാക്കിയിട്ടുണ്ട് എന്നുള്ള ന്യായീകരണമാണ് രാഹുൽ ഗാന്ധിക്ക് അയച്ച നോട്ടീസിൽ പ്രധാനമായും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചൂണ്ടിക്കാണിക്കുന്നത്. അതോടൊപ്പം തന്നെ ആ ഉയർത്തിപ്പിടിച്ച രേഖകളിൽ ടിക്ക് അടയാളപ്പെടുത്തിയ രേഖ അത് പോളിംഗ് ഓഫീസറുടെ അല്ല എന്നുള്ളതും കൂടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കുന്നുണ്ട്. അത്തരത്തിൽ നിരവധി ന്യായീകരണങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധിയുടെ ആരോപണമെല്ലാം പൊള്ളയാണ് എന്ന് വരുത്തി തീർക്കുവാനുള്ളൊരു നീക്കമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ നോട്ടീസിലൂടെ വ്യക്തമാക്കുന്നത്. അതോടൊപ്പം തന്നെ മറ്റ് ചില കാര്യങ്ങൾ സൂചിപ്പിക്കുന്നത് അങ്ങനെ ശകുൻ റാണിയോ മറ്റാരെങ്കിലുമോ ഇരട്ട വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് തെളിവുകളാണ് താങ്കൾക്ക് നൽകാൻ കഴിയുക? അത്തരത്തിൽ തെളിവുകൾ നൽകിയാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് അതിന്റെ പ്രാഥമിക അന്വേഷണത്തിലേക്ക് പോകാൻ കഴിയും. കൃത്യമായ ഒരു അന്വേഷണം അതിനെ സംബന്ധിച്ച് നടത്താൻ തങ്ങൾ തയ്യാറാണ് എന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട വ്യാപക ക്രമക്കേടുകൾ അദ്ദേഹം ചൂണ്ടിക്കാണിച്ചതിന് പിന്നാലെ ഈ വിഷയം രാജ്യവ്യാപകമായി ശ്രദ്ധിക്കപ്പെടുകയും മാത്രമല്ല തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ വലിയ തരത്തിലുള്ള ആരോപണങ്ങൾ ഉയരുകയും ചെയ്ത സാഹചര്യമുണ്ട്. മാത്രമല്ല ബീഹാർ വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷനും അതോടൊപ്പം കേന്ദ്ര സർക്കാരും വലിയ പ്രതിരോധത്തിൽ നിൽക്കുന്ന സാഹചര്യമുണ്ട്. എല്ലാ വിശ്വാസ്യതയും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ എല്ലാ വിശ്വാസ്യതയും നഷ്ടപ്പെട്ടു എന്ന് ചൂണ്ടിക്കാണിക്കുന്ന നിരവധി ആരോപണങ്ങളാണ് പല കോണുകളിൽ നിന്ന് ഉയരുകയും ചെയ്യുന്നത്. ഈ ഘട്ടത്തിൽ കൂടിയാണ് ഇത്തരത്തിലൊരു നടപടിയുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പോയിട്ടുള്ളത്. ഇന്ത്യ ബ്ലോക്കിലെ രാഷ്ട്രീയ പാർട്ടികൾക്ക് വേണ്ടി ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി ഉന്നയിച്ചിട്ടുള്ള വളരെ സ്ഫോടകാത്മകമായ ുണ്ട് 6 മാസത്തോളം ഗവേഷണം നടത്തി കണ്ടുപിടിച്ച മുമ്പ് നടന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലെ ഗുരുതരമായ ക്രമക്കേടുകൾ അതിന്ന് പൊതുമണ്ഡലത്തിലുണ്ട്. അപ്പോൾ BJP ഭരണത്തിൻ്റെ ഒരു അനുബന്ധത്തെ പോലെയാണ് ഇപ്പോൾ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഭരണഘടനാ സ്ഥാപനം പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല അദ്ദേഹം ഒരു പ്രത്യേക ഒരു വെബ്സൈറ്റ് കൂടി തുടങ്ങിയിട്ടുണ്ട്. ഇത്തരത്തിൽ ജനാധിപത്യ അവകാശങ്ങൾ ലംഘിക്കുന്ന തരത്തിലേക്ക് വോട്ടർ പട്ടികയിൽ വന്നിട്ടുള്ള ക്രമക്കേടുമായി ബന്ധപ്പെട്ട് ജനങ്ങൾക്ക് ഈ വിഷയത്തിൽ ഒരു ഇടപെടൽ നടത്താം അല്ലെങ്കിൽ ജനങ്ങൾക്ക് പ്രതികരണങ്ങൾ നടത്താം എന്നുള്ളത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരു വെബ്സൈറ്റ് കൂടി വോട്ട് ചോരി എന്ന പേരിൽ ഒരു വെബ്സൈറ്റ് കൂടി രാഹുൽ ഗാന്ധി തുടങ്ങിയ സാഹചര്യമുണ്ട്. അതിൽ കൃത്യമായ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനുള്ള ഒരു അവസരമായി ജനങ്ങൾ അതിനെ ഉപയോഗിക്കണമെന്നാണ് അദ്ദേഹം എക്സ് പോസ്റ്റിലൂടെ ആ വെബ്സൈറ്റിന്റെ ലിങ്ക് നൽകിക്കൊണ്ട് വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും ഈ വോട്ടർ പട്ടിക വിഷയം കാര്യമായി തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും കേന്ദ്ര സർക്കാരിനെയും പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട്. ഈ വിഷയത്തിൽ ശക്തമായ പ്രതിഷേധത്തിലേക്ക് പ്രതിപക്ഷ പാർട്ടികളും പോകുന്നു. പ്രതിപക്ഷത്തിന്റെ നേതൃത്വത്തിൽ ഇന്ത്യ സഖ്യത്തിന്റെ നേതൃത്വത്തിൽ നാളെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആസ്ഥാനത്തേക്ക് ഒരു പ്രതിഷേധ മാർച്ച് നടത്താനിരിക്കുന്ന സാഹചര്യം കൂടിയുണ്ട്. SIR പോലുള്ള ഒരു ഉത്തരവാദിത്വം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഏറ്റെടുക്കുന്നതിന് മുമ്പ് നമ്മുടെ രാജ്യത്തെ രാഷ്ട്രീയ പാർട്ടികളോട് ഒരു വട്ടം ചർച്ച ചെയ്യാൻ ഞങ്ങളിത് ചെയ്യാൻ പോവുകയാണെന്ന് പറയാം. അതിന് പൊടുന്നനെ പത്രത്തിൽ നിന്ന് ഞങ്ങൾ അറിയുകയാണ്. അപ്പോൾ ഇത് വളരെ രഹസ്യാത്മകമായി ചെയ്തു എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ പാർട്ടികളുമായി ചർച്ച ചെയ്യാതെ ചെയ്തു എന്നുള്ളത് തന്നെ ഇവർക്കെന്തോ ദുരുദ്ദേശമുണ്ട് എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണ്. ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഈ വിഷയത്തെ എതിർക്കുക എന്നുള്ള നിലപാടാണ് ഇന്ത്യ മുന്നണി സ്വീകരിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിൽ പാർലമെന്റിലടക്കം ഈ വിഷയം വ്യക്തമായി ചൂണ്ടിക്കാണിക്കുകയും ഇത് സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെടുകയും ചെയ്തു. എന്നാൽ അതിലൊന്നും കേന്ദ്ര സർക്കാർ തയ്യാറാകാത്ത സാഹചര്യത്തിൽ കൂടിയാണ് ഈ കേന്ദ്ര സർക്കാരിന്റെ പാവകളായി ചലിക്കുന്ന
തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആസ്ഥാനത്തേക്ക് വലിയൊരു മാർച്ച് പ്രതിപക്ഷം സംഘടിപ്പിക്കുന്നത്. അത് പ്രതിപക്ഷത്തിന്റെ ഐക്യം കൂടി ഇവിടെ തെളിയിക്കുന്ന തരത്തിലേക്കായിരിക്കും ആ പ്രതിഷേധ റാലി മാറുക എന്നുള്ളതിൽ സംശയമില്ല. എന്തായാലും വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന എല്ലാ ക്രമക്കേടുകളും രാജ്യത്തിന് മുന്നിൽ തുറന്നു കാണിക്കുക എന്നുള്ളത് കൂടിയാണ് ഈ പ്രതിഷേധത്തിലൂടെ പ്രതിപക്ഷ പാർട്ടികൾ ഉദ്ദേശിക്കുന്നത്. വിശദമായ വിവരങ്ങൾ നൽകിയത് സ്വാതി സന്തോഷാണ്.